ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ കുടുംബത്തെക്കുറിച്ച് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമ്മുടെ കുടുംബത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മീയതയുടെ വിദ്യാലയം. ദൈവം എപ്പോഴും കുടുംബത്തെ ഇങ്ങനെ സുരക്ഷിതമായി കൊണ്ടുപോകും. ഈ കുടുംബത്തിൽ എപ്പോഴും ദൈവകൃപ നിലനിൽക്കണമെങ്കിൽ ഈ അപ്പന്മാർക്കും അമ്മമാർക്കും ഒക്കെ ഒരു വിവേകം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് പഴയ നിയമത്തിലെ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഈ പ്രത്യേകിച്ച് ഒരമ്മയുടെ വിവേകത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു കുടുംബം നമുക്കറിയാം സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ കുടുംബത്തിൽ നല്ലൊരു വേലി കെട്ടി സൂക്ഷിക്കണം. അത് ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു ധാർമ്മികതയിലും ആത്മീയതയിലും വാല്യൂ സിസ്റ്റത്തിലും ഒക്കെ വളർത്തണമെങ്കിൽ നമ്മൾ ഈ കുടുംബത്തിൽ ഒരു വേലി കെട്ടി സംരക്ഷിക്കാനുള്ള വിവേകം, ജ്ഞാനം നമ്മൾക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നമുക്ക് ഈ വിവേകമില്ലാതെ പോയാൽ നമ്മുടെ മക്കള് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പാളിപ്പോകും. പഴയ നിയമത്തിലൊരു സംഭവം നമ്മൾ കാണും. അതായത് ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിച്ചു കേൾക്കാം. പഴയ നിയമത്തിലെ ഒരു സംഭവമാണ്. പഴയ നിയമത്തിലെ നമുക്ക് പ്രിയപ്പെട്ട ഒരു കുടുംബമാണ് അബ്രഹാമിൻ്റെ സാറായുടെയും കുടുംബം. വായിക്കാം. ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രഹാത്തിന് ജനിച്ച മകൻ തന്റെ മകനായ ഇസഹാക്കിനോട് കൂടെ കളിക്കുന്നത് സാറ കണ്ടു. അവൾ അബ്രഹാത്തോട് പറഞ്ഞു, ആ അടിമ പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക. അവളുടെ മകൻ എന്റെ മകൻ ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. തന്മൂലം മകനെ ഓർത്ത് അബ്രഹാം വളരെ അസ്വസ്ഥനായി. എന്നാൽ ദൈവം അബ്രഹാത്തോട് അരുളി ചെയ്തു, കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമ പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട. സാറ പറയുന്നത് പോലെ ചെയ്യുക. കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക. അടിമ പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും. അവനും നിന്റെ മകനാണല്ലോ. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവുമെടുത്ത് ഹാഗാറിന്റെ തോളിൽ വെച്ചു കൊടുത്തു. മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്ന് പോയി ബേർഷീബ മരുപ്രദേശത്ത് അലഞ്ഞു നടന്നു. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറെ അകലെ ഒരു അമ്പെയ്യ് ദൂരത്ത് ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗാർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക. അവനിൽ നിന്ന് ഞാൻ വലിയൊരു ജനതയെ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്ന് സമർത്ഥനായൊരു വില്ലാളിയായി തീർന്നു. അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു. അവന്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ ഈ മാനസികമായിട്ടുള്ള വളർച്ചയുടെ ഘട്ടത്തിലെ ചില വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള വിവേകം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ തലമുറ അറ്റുപോകും. ഇവിടെ പഴയ നിയമത്തിലൊരു സംഭവമാണ്. പഴയ നിയമത്തിൽ ദൈവം അബ്രഹാമിന് വാഗ്ദാനം ചെയ്തതുപോലെ സാറായിൽ ഒരു കുഞ്ഞ് പിറന്നു. പേരെന്താ? ദൈവമേ, ഇഷഹാക്ക് എന്നാണ് അതിനെ വിളിക്കുക. ഇഷാക്ക് എന്ന് പറഞ്ഞാൽ
സന്തോഷം കൊണ്ട് ദൈവം ചിരിക്കട്ടെ എന്നാണ് എൻ്റെ അർത്ഥം. സന്തോഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ശിശുവിനെ നോക്കി പുഞ്ചിരിക്കട്ടെ എന്നാണ് എൻ്റെ അർത്ഥം. വിഷാഖ്. കാരണം ദൈവം ഒരു അനുഗ്രഹം കൊടുത്തു. ഈ അപ്പച്ചനും അമ്മച്ചിക്ക് ഒരു കുഞ്ഞ് പിറന്നു. അപ്പോൾ നോക്കിയാൽ ഈ മാതാപിതാക്കൾ വളരെ ശ്രദ്ധയോടെ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാറ പറയുന്നത്, ദൈവം എനിക്ക് സന്തോഷിച്ച് ചിരിക്കാൻ ഒരവസരം തന്നു. 90-ാം വയസ്സിലൊരു കുഞ്ഞ്. അപ്പോൾ എൻ്റെ സന്തോഷത്തിൻ്റെ കാരണമായി ദൈവം തരുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അപ്പോൾ നമ്മളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ മനസ്സിലാക്കുക. ദൈവം നമുക്ക് തന്ന സന്തോഷത്തിൻ്റെ കാരണങ്ങളാണ് കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ. പലതരം എഴുതി പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സാറ പിന്നെയും പറയുന്നുണ്ട്, ഈ വാർത്ത കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലി ചിരിക്കും എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതൊരു ആനന്ദത്തിൻ്റെ വാർത്ത. കുഞ്ഞുങ്ങൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സന്തോഷത്തിൻ്റെ കാരണമാണ്. നമുക്ക് ദൈവം തന്ന മക്കൾ ആനന്ദത്തിൻ്റെ കാരണമാണ്. ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ അല്ല എന്ന് തോന്നിയാൽ അതിൻ്റെ കാരണം നമ്മളാണ്. അതുകൊണ്ട് ദൈവം ഒരിക്കലും മാറ്റി പറയില്ല. ദൈവം മനുഷ്യനല്ല. ദൈവം സന്തോഷിക്കാനാണ് കാരണങ്ങൾ തന്നതെങ്കിൽ മക്കൾ അത് എത്ര പ്രായം കഴിഞ്ഞവരാണെങ്കിലും നമ്മുടെ ആനന്ദത്തിൻ്റെ ഉറവകളായി ദൈവം തന്നതാണ്. വിശ്വസിച്ചാൽ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം എത്രയോ കുടുംബങ്ങൾ മക്കളെ പ്രതി സന്തോഷിക്കുന്നുണ്ട്. എത്രയോ കുടുംബങ്ങൾ അവരുടെ വളർച്ച ഉയർച്ചയിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് വിഷയം? ശ്രദ്ധിക്കണേ. ഇവിടെ നമ്മൾ പഴയ നിയമത്തിൽ ഒരു സംഭവം എടുക്കുകയാണ്. ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ ഉണ്ട്. ശ്രദ്ധയോടെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ സാറ ഇങ്ങനെ എല്ലാവർക്കും പുഞ്ചിരി സമ്മാനിച്ച ഇസഹാക്കിനെ ചൊല്ലി സാറായിക്ക് വിഷമിക്കേണ്ട ഒരവസരം വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്ന 5 മക്കള്. ഈ 5 മക്കൾ നല്ല മിടുക്കരായിട്ട് വളർന്നു വരിക. വലിയ സന്തോഷമാണ്. പക്ഷേ ഒരു മോളെ പ്രതി നമുക്ക് വിഷമിക്കാൻ കാരണം വന്നാൽ അതും ബൈബിളിലുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയാമോ? വിവേകമുള്ള സാറ ഈ പ്രതിസന്ധിയെ മറികടന്നു. അതിനവൾക്ക് ഒരു വിവേകം കിട്ടി. അതെങ്ങനെയാണ് മറികടന്നതെന്നും നമ്മൾ ബൈബിൾ ശ്രദ്ധിക്കുകയാണേ. ഒരു ദിവസം ഇസഹാക്കിൻ്റെ മുലകുടി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വായിക്കുന്നുണ്ട്. കുട്ടിയുടെ മുലകുടി മാറുന്ന സാധാരണ യഹൂദ വനിതകൾ 3 വയസ്സ് വരെയാണ് അമ്മമാര് കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നത്. 3 വയസ്സ് വരെ. അത് കഴിഞ്ഞു 2 മക്കബായരുടെ പുസ്തകം 7-ാം അധ്യായം 27-ാം വാക്യം ഒന്ന് വായിക്കാമോ? യഹൂദരുടെ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട്. 2 മക്കബായരുടെ പുസ്തകം 7:27. പുത്രന്റെ മേൽ ചാഞ്ഞ് അവൾ ക്രൂരനായ ആശ്രേഷാധിപതിയെ നിന്ദിച്ചുകൊണ്ട് മാതൃഭാഷയിൽ പറഞ്ഞു, മകനെ, എന്നോട് ദയ കാണിക്കുക. 9 മാസം ഞാൻ നിന്നെ ഗർഭത്തിൽ വഹിച്ചു. 3 കൊല്ലം മുലയൂട്ടി നിന്നെ ഇന്ന് വരെ പോറ്റി വളർത്തി. അതായത് നമുക്ക് ആ പഴയ സംഭവമൊക്കെ അറിയാം. ഒരമ്മ കുഞ്ഞിനെ പ്രതി പറയുന്ന കാര്യമാണ്. കുഞ്ഞെ, 3 വയസ്സ് വരെ നിന്നെ ഞാൻ മുലയൂട്ടി. പല്ലു കൊഴിയുമെന്ന് കരുതി, കാൽസ്യം തീരുമെന്ന് കരുതി, മുഖം ശോഷിക്കുമെന്ന് കരുതി, ചർമ്മത്തിൻ്റെ കാന്തി പോകുമെന്ന് കരുതി കുഞ്ഞുങ്ങളെ മുലയൂട്ടാതിരിക്കരുത്. 3 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ മുലയൂട്ടും. അത് നമ്മുടെ യഹൂദ പാരമ്പര്യത്തിൽ കർത്താവ് പറഞ്ഞു തരികയാണ്. എന്നിട്ട് അപ്പോൾ ഈ 3 ശൈശവ മരണത്തിന് വിധേയമാകാതെ ഈ കുഞ്ഞ് ഇസഹാക്ക് അക്കാലത്തെ പതിവനുസരിച്ച് 3 വയസ്സ് പൂർത്തിയാക്കി. അതനുസരിച്ച് അബ്രഹാം വലിയ ഒരു വിരുന്ന് നടത്തി. കാരണം ഈ ബാലാരിഷ്ടതകളിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ ദൈവം രക്ഷിച്ച് അവനെ ഉറപ്പിച്ച് ഞങ്ങൾക്ക് തന്നു. അതിന് സന്തോഷത്തെ പ്രതി അബ്രഹാം ഒരു വിരുന്ന്, അല്ലേ, വലിയൊരു വിരുന്ന് നടത്തിയതായിട്ട് വായിക്കുന്നു. വായിച്ചത്, കുഞ്ഞ് വളർന്നു മുലകുടി മാറി. അന്ന് അബ്രഹാം വലിയൊരു വിരുന്ന് നടത്തി. ഇച്ചിരി പൈസയൊക്കെ ഉണ്ടായിരുന്നത്
ഇങ്ങനെയുള്ള കാര്യത്തിനും കൂടെ, അതായത് കുഞ്ഞുങ്ങളൊരു സന്തോഷത്തിൻ്റെ കാരണമാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ബർത്ത്ഡേകൾ നടത്തും, ആഘോഷങ്ങൾ നടത്തും, പള്ളിയിൽ വരും, അവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കും, അവർക്ക് ഒരു അടിമ വെക്കും, അവർക്ക് വേണ്ടി നമ്മൾ പരീക്ഷാ കാലഘട്ടങ്ങളല്ലാത്തപ്പോഴൊക്കെ അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തും. ഇതൊക്കെ കുഞ്ഞുങ്ങളെ പ്രതിയുള്ള ദൈവത്തിനോടുള്ള സന്തോഷമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അങ്ങനെ വളരെ വലിയ അഭിഷേകത്തോടുകൂടി കുഞ്ഞിങ്ങനെ വളർന്നു വരികയാണ്. അപ്പോൾ ഈ വിരുന്നിനിടയിൽ സാറ ഒരു കാഴ്ച കാണുക. ഈ വിരുന്ന് നടക്കുന്നതിനിടയിൽ സാറ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച എന്താണെന്നറിയാമോ? ഇഷ്മായേൽ എന്ന് പറഞ്ഞാൽ സാറായുടെ തോഴിയായ ഹാഗാറിൽ അബ്രഹാമിന് ജനിച്ച മകനാണ് ആര്? ഇഷ്മായേൽ. ഇഷ്മായേൽ ഇസ്ഹാക്കുമായി കളിക്കുന്നു. അതൊരു ചില്ലറ കളിയല്ല. ബൈബിളിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മെഷഹാക്ക് എന്നൊരു വാക്കാണ്. മെഷഹാക്ക് ആ ഹീബ്രു പദമാണ് ഉപയോഗിച്ചത്, മെഷഹാക്ക്. ആ വാക്കിന് അത് സാധാരണ പിള്ളേര് തമ്മിലുള്ള കുട്ടിക്കളി എന്നൊരർത്ഥത്തിലല്ല. അത് ലൈംഗിക ചുവയുള്ള ഒരു വാക്കാണ്. അപ്പോൾ ഈ രണ്ട് കൊച്ചുങ്ങള്, ആമ്പിള്ളേർ തമ്മിൽ അവർ ഈ വിരുന്നിനിടയിൽ കളിക്കുന്നത് കണ്ട് സാറ ഒരിക്കൽ പോലും ഈ ഹാഗാറിനെ പേര് വിളിക്കുന്നില്ല. സാറ ഉപയോഗിക്കുന്നത് ഈജിപ്തുകാരി, ആ ഈജിപ്തുകാരി അടിമയുടെ മകൻ നമ്മുടെ മകനുമായിട്ട് കളിക്കുന്നു, ഇങ്ങനെയൊക്കെയാ പറയുന്നേ. അവളെ ഈജിപ്തുകാരിയായ അടിമയുടെ മകൻ എന്നൊക്കെ വിളിക്കുന്നത്, ഇസ്മായിൽ എന്നൊന്നും വിളിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ സാറായിക്കറിയാം വാഗ്ദാനത്തിന്റെ പുത്രൻ, കുടുംബത്തിൽ ദൈവം നേരിട്ട് അനുഗ്രഹം തന്ന പുത്രൻ ഇസ്ഹാക്കാണ്. ദൈവം തെരഞ്ഞെടുത്ത ഉടമ്പടിയുടെ മകൻ ഇസ്ഹാക്കാണ്. അപ്പൊ ഈ അറിവ് ഓരോ കുടുംബത്തിലും അപ്പനും അമ്മയ്ക്കും ഉണ്ട്. ദൈവം എനിക്ക് തന്ന കുഞ്ഞ്, ഈ കുഞ്ഞ് ദൈവം എനിക്ക് തന്ന കുഞ്ഞ്, ഇതിൻ്റെ മേൽ അടിമയുടെ ഒരു സ്വാധീനം ഉണ്ടാകരുത്. അപ്പൊ ഈ കാഴ്ച കാണുന്നത് എന്താണ്? മെഷഹാക്ക് എന്നാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എൻ്റെ അർത്ഥം അതേ വാക്ക് തന്നെയാണ് പിന്നീട് ഇസ്ഹാക്ക് തൻ്റെ ഭാര്യ റെബേക്കയെ ആലിംഗനം ചെയ്യുന്നത് ഫിലിസ്ത്യരുടെ രാജാവായ അബിമലേക്ക് കണ്ടു എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 27:8 പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ, ഉൽപ്പത്തിയുടെ പുസ്തകം 27:8. അതായത് വീട്ടിൽ കൂടാരത്തിൽ ഭർത്താവ് ഭാര്യയെ ആലിംഗനം ചെയ്യുന്ന കാഴ്ച. ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് മെഷഹാക്ക് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പർശനത്തിന്, ഈ ഒരു കളി, ഇതൊരു കുട്ടിക്കളിയല്ല, ഇതിനൊരു ലൈംഗിക ചുവയുള്ള കാഴ്ചയാണ്. അതായത് ഈ ജനാലയിലൂടെ നോക്കുമ്പോൾ അബിമലേക്ക് എന്നൊരു രാജാവ് കാണുന്നത് ഇങ്ങനൊരു കാഴ്ച. അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് മെഷഹാക്ക് എന്നൊരു വാക്ക്. അതേ വാക്കാണ് ഈ ഇഷ്മായേൽ ഇസ്ഹാക്കുമായി കളിക്കുന്നത് കണ്ടു എന്ന ഒരു കാഴ്ചയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലൈംഗിക ചുവയുള്ള സ്പർശനം കുഞ്ഞുങ്ങളുടെ ഇടയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ അമ്മ എന്താ ചെയ്തതെന്നറിയാമോ? ഈ അമ്മ അന്നേരം തന്നെ വിരുന്ന് നടക്കുകയാണ്, ആൾക്കാർ വന്നിട്ടുണ്ട്, ഭക്ഷണം വിളമ്പുകയാണ്. ആ സമയം ഈ അമ്മ എന്ത് ചെയ്തെന്നറിയാമോ? ഈ അമ്മ ഭർത്താവിനെയും വിളിച്ചു, നോക്കൂന്നേ, അങ്ങൂന്നേ, ഇങ്ങൂന്നേ, ഇങ്ങോട്ട് വന്നൂന്നേ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇന്ന് തന്നെ എന്ത് ചെയ്യണം? ആ അടിമ പെണ്ണിൻ്റെ മകനെയും അടിമ പെണ്ണിനെയും വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. ഇന്ന് തന്നെ, കോംപ്രമൈസ് ഇല്ലെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇത് നടക്കുന്നത് 4000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ്.
ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതുകൊണ്ടാണ് പിന്നീട് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 29-ാം തിരുവചനത്തിൽ ഈ വെളിപാട് സഭാപിതാക്കന്മാർക്ക് കിട്ടിയ ഈ വെളിപാടാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഗലാത്യർ 4:29 വായിക്കാമോ? ദാസിയുടെ പുത്രൻ ശാരീരിക രീതിയിലും സ്വതന്ത്രയുടെ പുത്രൻ വാഗ്ദാന പ്രകാരവും ജനിച്ചു. അടുത്ത വചനം. ആലങ്കാരികമായി പറഞ്ഞാൽ ഈ സ്ത്രീകൾ 2 ഉടമ്പടികളാണ്. ഒരുവൾ സീനായി മലയിൽ നിന്നുള്ളവൾ. അവൾ ദാസ്യവൃത്തിക്കായി മക്കളെ ജനിപ്പിക്കുന്നു. അവളാണ് ഹാഗാർ. ഹാഗാർ അറേബ്യയിലെ സീനായി മലയാണ്. അവൾ ഇന്നത്തെ ജെറുസലേമിന്റെ പ്രതീകമത്രേ. എന്തെന്നാൽ അവൾ തന്റെ മക്കളോടൊത്ത് ദാസ്യവൃത്തി ചെയ്യുന്നു. എന്നാൽ സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണ്. അതെ. അപ്പൊ ഈ 2 വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞിട്ട്, ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു എന്നൊരു വാചകമില്ലേ? എന്നാൽ ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, അന്ന് ശാരീരിക രീതിയിൽ ജനിച്ചവൻ ആത്മീയമായി ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ പീഡിപ്പിച്ചു എന്ന് പൗലോസ്ലീഹ എഴുതി വെച്ചത് ഇത് വെറുതെ ഉള്ള ഒരു പീഡനത്തെക്കുറിച്ചല്ല, അതൊരു ജഡിക പീഡനത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് നമ്മളുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഈ തിന്മയുടെ ശക്തി, പിശാചിന്റെ ശക്തി പ്രബലമാകുന്നത്, അത് ഇടപെടുന്നത് കണ്ടാൽ ആ നിമിഷം തന്നെ കുടുംബത്തിൽ നിന്ന് ഈ തിന്മയുടെ ശക്തിയെ പുറത്താക്കാനുള്ള ഒരു വലിയ ജ്ഞാനം, വിവേകം ചെറുപ്പം മുതലേ മാതാപിതാക്കൾക്കുണ്ടാകണം. ഹല്ലേലൂയ. ഇങ്ങനെ ഇരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാഭാവികമായിട്ടും അടിമപ്പെണ്ണിനെയും ഇശ്മായേലിനെയും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ അബ്രഹാത്തെ സാറ നിർബന്ധിച്ചു. കാരണം ഇത് എൻ്റെ കുടുംബത്തിൻ്റെ അടിത്തറ ഇളക്കും. നമ്മൾ നിസ്സാര കാര്യമാണ്, ചെറിയ കാര്യമാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ അധികാരം പറയുന്നത് പിശാചാണെന്നും അടിമത്തമാണെന്നും ഇത് എൻ്റെ കുടുംബത്തിൻ്റെ വേരറുക്കുമെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ എന്ന നിലയിൽ നമ്മൾ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾക്ക് ശ്രദ്ധയുണ്ടാകണം. നമ്മൾ വിചാരിക്കും എല്ലാം വളരെ നോർമലായിട്ട് പോകുന്നു. അല്ല, നമ്മൾക്ക് ബൈബിളിൽ ഓരോ പാഠങ്ങൾ പറയുന്നത് എന്തിനാണെന്നറിയാമോ? അത് നമ്മുടെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് നമ്മൾ അവകാശികളാകാനുള്ള വിളിയാണ്. അതുകൊണ്ടാണ് വാഗ്ദാനത്തിൻ്റെ പുത്രന്മാർ, ദൈവം നമുക്ക് വാഗ്ദാനമായി തന്ന മക്കൾ, അവരെന്നും ഉടമ്പടി പാലിച്ച് ദൈവകൃപയിൽ വ്യാപരിക്കണമെങ്കിൽ അവർക്ക് ചുറ്റുമുള്ള വേലി പൊളിയാതിരിക്കാൻ നമുക്കൊരു വിവേകമുണ്ടാകണം. കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. കുറേ പ്രായം കഴിഞ്ഞിട്ട് പിള്ളേർ വഴിതെറ്റിപ്പോയി, പിള്ളേർ ദൈവത്തെ വിളിക്കുന്നില്ല, പിള്ളേർ അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു, കരഞ്ഞിട്ട് കാര്യമില്ല. ശ്രദ്ധിച്ചാൽ മതി, ചെറിയ കാലത്ത് ഇവരുടെ ആത്മീയ ജീവിതത്തെ, ധാർമ്മിക ജീവിതത്തെ, ഇവരുടെ കുടുംബ ജീവിതത്തെ, ഇവരുടെ സ്വകാര്യ ജീവിതത്തെ ഒക്കെ സ്വാധീനിച്ച നെഗറ്റീവ് എനർജികളെ കണ്ടിട്ടും കണ്ണടച്ചതാണ് പിന്നീട് നമ്മുടെ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഒരു ആനന്ദത്തിന് കാരണമല്ലാതെ പോകുന്നത്. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു വിഷമവും പ്രയാസവും ഉണ്ടാകുന്നുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ ശക്തിയിൽ, അങ്ങയുടെ ഭരണത്തിൽ, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടുത്തെ നാമത്തിൽ ആശീർവദിക്കണമേ. ഞങ്ങൾക്ക് ചുറ്റുമുള്ള അന്ധകാര ശക്തികൾ ഞങ്ങളുടെ കുടുംബത്തിൽ, കുഞ്ഞുങ്ങളിൽ പ്രവേശിക്കാതിരിക്കാൻ യേശുവേ അങ്ങയുടെ തിരുരക്തത്താൽ വേലി കെട്ടണമേ. അങ്ങയുടെ തിരുവചനത്താൽ
സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്പം സാറാ വന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, ഇന്ന് തന്നെ ആ അടിമപ്പെണ്ണിനെയും മകനെയും വിട്ടേക്കണം, ഇന്ന് തന്നെ വേണം. സാറായുടെ അബ്രഹാം പറഞ്ഞു, എടി വരുന്നല്ലേ എടി ആൾക്കാർ കേൾക്കുമടി, എടി ഒന്നും മിണ്ടാതിരിക്കടി, എടി നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടി. വേണ്ട വേണ്ട വേണ്ട, ഇത് നാളത്തേക്ക് മാറ്റി വെക്കുന്ന കേസല്ല. ഇങ്ങനെ ഈ കളി ഇവിടെ ശരിയാകത്തില്ല, ഇത് ശരിയാകത്തില്ലെന്നേ. ഇത് ഈ മണ്ണ് എന്നെ പുറന്തള്ളാൻ കാരണമാകും. ഇതെന്റെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഉടമ്പടിയും എന്നേക്കും എന്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകാൻ കാരണമാകും. ഇതിന് കോംപ്രമൈസ് ഇല്ല, ഇന്ന് തന്നെ വിട്ടേ പറ്റും. നമ്മളറിഞ്ഞ എന്ത് ചെയ്തേനെ? ആ ഇടുക്കിക്കുള്ള വണ്ടി ഇന്ന് ഇനിയില്ല, നാളെ രാവിലെ അങ്ങ് പോട്ടെ. സാറാ പറഞ്ഞു, നോ, അശുദ്ധിക്കുള്ള വഴി തുറക്കാൻ പാടില്ലെന്ന്. അതല്ല, കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് എട്ടും പൊട്ടും തിരിയത്തില്ലല്ലോ, പാവങ്ങളല്ലേ, പോട്ടെന്നേ, നമുക്കങ്ങ് ക്ഷമിക്കാം. നമ്മൾ മുതിർന്നവരല്ലേ, അറിവുള്ളവരല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് അറിവിൻ്റെ വിഷയമൊന്നുമല്ല, ഇത് അടിമത്തത്തിന്റെ വിഷയമാണ്. തിരിച്ചറിയുന്നവർ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് അടുത്ത വചനം കേൾക്കാം. അടുത്ത വചനത്തിൽ ഇങ്ങനെയാണ്, അബ്രഹാമിന് കാര്യമൊന്നും മനസ്സിലായില്ല. എടി എന്തോടി ഇന്ന് തന്നെ പറഞ്ഞു, അത് വിട്ടേ പറ്റൂ. എടി അടുക്കളയിലെ കാര്യമല്ല അവളല്ലേ നോക്കുന്നേ, നിന്റെ കാര്യമല്ല നോക്കുന്നേ. ആ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഈ രാത്രി വൈകുന്നേരം ഈ വിരുന്ന്, എടി ഇത് ഒന്നും പറയണ്ട, ഇവിടെ വിരുന്നല്ല വിഷയം, ഇവിടെ ഗസ്റ്റ് അല്ല വിഷയം, ഇവിടെ നടക്കുന്ന സംഭവം ഒന്നും അല്ല വിഷയമെന്ന്. ഇവിടെ വിഷയം ദൈവത്തിന്റെ വാഗ്ദാനം ബ്ലോക്കാകരുത്, ദൈവത്തിന്റെ വാഗ്ദാന അനുഗ്രഹം എന്റെ കുടുംബത്തെ നഷ്ടമാകരുത്. അതുകൊണ്ട് വിട്ടേക്കണം, അടിമ പെണ്ണിനെയും കുഞ്ഞിനെയും വിട്ടേക്കണം. അടുത്ത വചനം, ദൈവം അബ്രഹാമിനോട്, അബ്രഹാം ഇത് കഴിഞ്ഞപ്പോൾ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഇവക്കിത് എന്നാ ഭ്രാന്തായത്, ഇതിപ്പോ ശരിയാവുമോ കർത്താവേ? ഉടനെ ദൈവം അബ്രഹാമിനൊരു മറുപടി കൊടുക്കുന്നുണ്ട്. എന്തെന്നറിയാവോ? സാറാ പറഞ്ഞതാ ശരി, സാറാ പറഞ്ഞതാ ശരി, പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞോളെ. കണ്ണി ചോരയില്ലാത്ത ദൈവമാണോ എന്ന് തോന്നിപ്പോവും. ഈ മരുഭൂമിയിലൂടെ ഈ കുഞ്ഞിനെയും കൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ, ഈ ഹാഗാറിനെ, ഈ കുഞ്ഞിനെ വെള്ളം കിട്ടാത്ത ഊഷരതയുടെ ഭൂമിയിലേക്ക് തള്ളിവിടാൻ ദൈവത്തിന് കരുണയില്ലയോ? ദൈവം ക്ഷമിക്കില്ലേ? പ്രിയപ്പെട്ടവരെ, ഇത് ക്ഷമയുടെ വിഷയമൊന്നും അല്ലതേ. എന്നേക്കുമായി എൻ്റെ കുടുംബത്തിൻ്റെ അടിവേരുകൾ മാന്തി പറിച്ചു കളയുന്ന തിന്മകളെ അനുവദിക്കരുത്, വെച്ചു പുലർത്തരുത്. ഹല്ലേലൂയ. കാരണം ഈ കളി കുട്ടിക്കളിയല്ല, ഇത് ലൈംഗിക ചുവയുള്ള കളിയാണ്. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായമാണ്, 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ്. നിങ്ങൾ വസിച്ചിരിക്കുന്ന ഈജിപ്റ്റ് ദേശത്തെ ജനങ്ങളെ പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത്. ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കാനിരിക്കുന്ന കാനാൻ ദേശത്തെ ആളുകളെ പോലെയും നിങ്ങൾ പ്രവർത്തിക്കരുത്. 6-ാം വാക്യം, നിങ്ങളിൽ ആരും തന്റെ ചാർച്ചക്കാരുടെ നഗ്നത അനാവൃതമാക്കാൻ, ബന്ധുക്കളുടെ നഗ്നത അനാവൃതമാക്കാൻ അവരെ സമീപിക്കരുത്. അടുത്ത 7-ാം വാക്യം, നിന്റെ മാതാവിന്റെ നഗ്നത അനാവൃതമാക്കി നിന്റെ പിതാവിനെ അപമാനിക്കരുത്. അടുത്ത 8-ാം വാക്യം, നിന്റെ പിതാവിന്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. അടുത്ത്, നിന്റെ സഹോദരിയുടെ, നിന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ പുത്രിയുടെ, അവൾ സ്വദേശത്തോ അന്യദേശത്തോ ജനിച്ചവളാകട്ടെ, നഗ്നത അനാവൃതമാക്കരുത്. അടുത്ത വചനം, നിന്റെ മകന്റെ മകളുടെയോ മകളുടെ മകളുടെയോ നഗ്നത നീ അനാവൃതമാക്കരുത്. നിന്റെ പിതാവിന്റെ ഭാര്യയിൽ അവന് ജനിച്ച മകൾ നിന്റെ സഹോദരിയാണ്, നീ അവളുടെ നഗ്നത അനാവൃതമാക്കരുത്. 14-ാം തിരുവചനം, നിന്റെ പിതൃ സഹോദരനെ അവന്റെ ഭാര്യയുടെ നഗ്നത അനാവൃതമാക്കി അപമാനിക്കരുത്. 15-ാം വാക്യം, നിന്റെ മരുമകളുടെ നഗ്നത നീ അനാവൃതമാക്കരുത്. 16-ാം വാക്യം, നിന്റെ സഹോദരന്റെ ഭാര്യയുടെ നഗ്നത നീ അനാവൃതമാക്കരുത്.
17-ാം വാക്യം, ഒരു സ്ത്രീയുടെയും അവളുടെ തന്നെ മകളുടെയും നഗ്നത നീ അനാവൃതമാക്കരുത്. 18-ാം വാക്യം, ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ അവളുടെ സഹോദരിയുടെ നഗ്നത അനാവൃതമാക്കി അവളെ നീ പരിഗ്രഹിക്കരുത്. 22-ാം വാക്യം, സ്ത്രീയോട് കൂടെ എന്നതുപോലെ പുരുഷനോട് കൂടെ നീ ശയിക്കരുത്. ശയിക്കരുത്, അത് മ്ലേച്ഛതയാകുന്നു. എന്നിട്ട് മൃഗഭോഗം, അടുത്തത് 23-ാം തിരുവചനം, സ്ത്രീയോ പുരുഷനോ മൃഗങ്ങളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് തന്നെ തന്നെ അശുദ്ധമാക്കരുത്. അത് ലൈംഗിക വൈകൃതമാണ്. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് പറയാണ്, ശ്രദ്ധിക്കണേ, ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങൾ അശുദ്ധരാകരുത്. ഞാൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് അകറ്റിക്കളയുന്ന ജനതകൾ ഇവ മൂലം തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരുന്നു. ഇതാണ് കാനാൻ നാട്ടിൽ നിന്ന് ആ ജനം വിട്ടുപോകാൻ കാര്യം. പ്രിയപ്പെട്ടവര്, നമ്മൾ നമ്മുടെ ഒരു മുറിയിൽ ആരും കാണുന്നില്ലെന്ന് കരുതി ഇങ്ങനെ അശുദ്ധി പാപമൊക്കെ ചെയ്തൊരു ജീവിച്ചാലുണ്ടല്ലോ, ബൈബിള് പറയാണ്, ആ വീട് നമ്മളെ പുറന്തള്ളും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ കാല് പൊള്ളും, കടം കയറും, ജപ്തി കയറും, നമ്മളെ ആ വീട് പുറന്തള്ളും. ഇതാണ് ബൈബിള് പറയുക. ഈ മണ്ണ് നമ്മളെ പുറന്തള്ളും. നമ്മൾ കരുതുന്നത് ഇതൊന്നും കുഴപ്പമില്ല, ആരും കാണുന്നില്ല. അങ്ങനല്ല, നമ്മളെ നാട് പുറന്തള്ളും. അടുത്ത വചനം, ആ ദേശവും അശുദ്ധമായിരിക്കുന്നു. നമ്മൾ ഈ പാപം ചെയ്യുമ്പോൾ ആ വീട്, ആ മണ്ണ്, ആ മുറി, ആ ദേശം അശുദ്ധമാകും. അപ്പോൾ അതിൻ്റെ അകൃത്യത്തിന് ഞാൻ അതിനെ ശിക്ഷിക്കും. ദൈവം പറയാണ്, നേരിട്ടല്ല ശിക്ഷ, ഈ മണ്ണിനെ ദൈവം ശിക്ഷിക്കും, നമ്മുടെ വീടിനെ ദൈവം ശിക്ഷിക്കും. അപ്പോൾ വീട് എന്ത് ചെയ്യുമെന്നറിയാമോ? വീട് അതിലുള്ള നിവാസികളെ പുറന്തള്ളും. കാനാൻ നാട്ടിൽ അതാ സംഭവിച്ചു. ദൈവജനത്തിന് കാനാൻ നാട് കിട്ടാൻ കാര്യം എന്താണെന്നറിയാമോ? കാനാൻ നാട്ടിൽ താമസിച്ചിരുന്ന ആളുകളെല്ലാം ഈ അശുദ്ധിയിൽ കഴിഞ്ഞവരാ. ആ ദേശം ശപിക്കപ്പെട്ടതായി ദേശം ആ ജനത്തെ പുറന്തള്ളിയപ്പോഴാണ് ഇസ്രായേൽ ജനത്തിന് ആ ദേശം കിട്ടിയത്. അതുകൊണ്ടാണ് ഇതൊരു വലിയ തിന്മയാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്തത്? സാറാ കുഞ്ഞുങ്ങളുടെ കളിയാ, പക്ഷേ ഈ കളി എൻ്റെ കുടുംബത്തിൽ വേണ്ട. വിരുന്ന് നടക്കും, ആള് കൂടുതൽ, എല്ലാവരുമുണ്ട്. പക്ഷെ ഭർത്താവിനോട് പറഞ്ഞു, ഇന്ന് തന്നെ ആ അടിമ പെണ്ണിനെയും കൊച്ചിനെയും പറഞ്ഞു വിടണം, ഇന്ന് തന്നെ പറഞ്ഞു വിടണം. അതാണ് ഗലാത്യർ 4:29 പൗലോസ് പറഞ്ഞത്, ശാരീരിക രീതിയിൽ ജനിച്ചവൻ, ഹാഗാറിന്റെ മകൻ, ആത്മാവിന്റെ ശക്തിയാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള തിന്മകൾ പീഡിപ്പിക്കുന്ന ആളുകൾ, പീഡിപ്പിക്കുന്ന ദുഷ്ടമനുഷ്യർ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും ഒരു കൊച്ചിനെ കൊണ്ടുവന്നു, നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കുഞ്ഞിന് ശരീരത്തെ മുഴുവൻ വേദന, സന്ധിബന്ധങ്ങളിൽ വേദന, ആശുപത്രി എല്ലാം കയറുന്നു, സ്കാനിങ് നടത്തുന്നു, കുറേ പരിശോധന നടത്തി. എന്നിട്ടും മിടുക്കിയൊരു കുഞ്ഞാണ്, പക്ഷേ ഈ കുഞ്ഞിൻ്റെ ശരീരവേദന മാറുന്നില്ല. അപ്പോൾ ഡോക്ടർമാർക്ക് ഇച്ചിരി വിശ്വാസമുള്ളൊരു ഡോക്ടർ പറഞ്ഞു, ഇവിടുത്തെ ചികിത്സ ഇത്രയൊക്കെ ഉള്ളൂ, ഇനി നിങ്ങൾ ഏതെങ്കിലും അച്ഛന്മാരെടുത്ത് കൊണ്ടുപോയി ഒന്ന് കൈവപ്പ് കൊടുത്ത് പ്രാർത്ഥിക്കുന്നത് നല്ലതെന്ന്, തല കൈവച്ചൊന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതെന്ന്. അങ്ങനെ കൊണ്ടുവന്ന പ്രിയപ്പെട്ടവരെ, അവിടെ ആ കുഞ്ഞ് വെളിപ്പെടുത്തിയൊരു സംഭവമുണ്ട്. ഈ കുഞ്ഞിനെ ഈ അമ്മയുണ്ടല്ലോ ഒരുക്കി കെട്ടി ഇങ്ങനെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. ഡാൻസ്, പാട്ട്, ഇങ്ങനെ നാടൻ ഡാൻസ്, അങ്ങനെ കൊണ്ടുപോയപ്പോൾ ഒരു അങ്കിള് ഈ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ച് കോരിയെടുത്തതാണ്. ദുഷ്ടലാക്കോടുകൂടി കോരിയെടുത്ത ഈ ഒരവസ്ഥയുണ്ട്. ഈ കുഞ്ഞിന് അന്ന് മുതൽ, നമ്മൾ വിചാരിക്കും കണ്ണാണ്, നോട്ടമാണ്, അതായത് അങ്ങനെ, അന്ന് മുതൽ ഈ കുഞ്ഞിന്, ഈ പ്രിയപ്പെട്ടവരെ, ഒരു പ്രോത്സാഹനം കിട്ടിയെന്നേ ഉള്ളൂ. ഈ കുഞ്ഞിന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, തളർന്നു പോവുകയാണ്, ശരീരത്തിന് ക്ഷീണമാണ്, സന്ധിബന്ധങ്ങൾ എന്നും വേദനയാണ്. പിന്നെ ഡെലിവറൻസ് കൊടുത്ത് പ്രാർത്ഥിച്ച സംഭവമൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ കൃപയിലേക്ക് കൊണ്ട്, അതിങ്ങനൊരു സംഭവമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. ശരീരത്തിൻ്റെ ശക്തിയിൽ ജനിക്കുന്നവരുണ്ട് ഇവിടെ. അവർ ആത്മാവിൻ്റെ ശക്തിയിൽ ജനിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കും. ഈ തിരിച്ചറിവറിഞ്ഞ് എന്ത് ചെയ്തു? സാറാ ഈ കുഞ്ഞുങ്ങളെ, ഈ കുടുംബത്തെ ഇതിൽ നിന്ന് മോചിപ്പിച്ചെടുത്തു. ദൈവം എന്ത് ചെയ്തു? ദൈവം അത് കൃത്യമായിട്ട്
അബ്രഹാമിനോട് പറഞ്ഞു, അവൾ പറഞ്ഞതുപോലെ ചെയ്യും, അടിമപ്പെണ്ണിനെയും കുഞ്ഞിനെയും വിട്ടേക്കാൻ പറഞ്ഞു. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, പിന്നീട് നമ്മൾ കാണുന്നത് മരുഭൂമിയിലൂടെ, ബർഷബ മരുഭൂമിയിലൂടെ ഹാഗാർ ഈ കുഞ്ഞിനെയും കൊണ്ട് അലയുന്നു. ഈ മകൻ കാരണം വെള്ളമില്ല, അവസാനത്തെ തുള്ളി വെള്ളവും തീരുന്നു. അവസാനം പക്ഷെ ദൈവം കരുണ കാണിച്ച് ഒരു കിണർ കാട്ടി കൊടുക്കുന്നതും അവിടെ വെച്ച് ദൈവം അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്തി മാലാഖയെ അയക്കുന്നതും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പുറത്താക്കപ്പെട്ട അവനിലൂടെ ഒരു വലിയ ജനതയെ സൃഷ്ടിച്ചു. ദാസിക്കും ദൈവം രക്ഷാചരിത്രത്തിൽ സ്ഥാനം നൽകി. പക്ഷേ ഉടമ്പടിയുടെ മക്കളാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അവർ സത്യദൈവമായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ. പക്ഷേ ഉടമ്പടിയുടെ മക്കളാണ്. അതിനെ സംരക്ഷിക്കേണ്ടത്, അതിനെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമ. അതുകൊണ്ട് നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മേഖല പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധയോടെ വീക്ഷിക്കണമേ എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈ ആരാധന പൂർത്തിയാക്കും.